ഹലോ ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ ഫസ്റ്റ് കണ്ട പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ ഒറ്റപ്പാലത്ത് ചളവറയിലുള്ള ഒരു മനോഹരമായ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് കേട്ടത്. പോകുന്ന വഴികൾ അടിപൊളി വഴികളാണ്. നമ്മൾ ഒറ്റപ്പാലത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ ഈ വഴി വന്നിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഈ ക്ഷേത്രത്തെക്കുറിച്ച് അന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് പോകാണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ഞങ്ങൾ പോയ പോലുള്ള വഴിയിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട് കേസ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റിയിട്ടാണ്. അപ്പോൾ നല്ല ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര. വളരെ രാവിലെ ആയതുകൊണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേസ്. മഴ കുറച്ച് മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് യാത്ര ഒരു കുഴപ്പമില്ല, അടിപൊളിയായി പോയി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ക്ഷേത്രം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് റൈറ്റിലേക്ക് പോയാലാണ് ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേസ്. ഓക്കെ, കുറേ പാടങ്ങളുടെ നടുവിലാണ് കേട്ടോ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പോണ മുമ്പ് വേറൊരു ക്ഷേത്രം കൂടി ഉണ്ട്. ഇത് മനോഹരമായ ഒരു ക്ഷേത്രം കേട്ടോ, നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം. നമ്മൾ പോണ വഴിയിൽ കീഴ്തൃക്കോവിൽ നരസിംഹമൂർത്തി ക്ഷേത്രം കേട്ടോ. ഇതും നാരായണ ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. പോകുന്ന വഴി ഇതൊക്കെയാണ് കേട്ടോ കേസ്. ഈ ഭാഗത്ത് ഫുള്ള് ചേനക്കൃഷിയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ചേനക്കൃഷികളാണ്. പിന്നെ ലെഫ്റ്റ് നോക്കുകയാണെങ്കിലും അല്ലേ നിറയെ കുന്നുകളും മലകളൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് എന്തൊക്കെ കൃഷികളുണ്ട്, അതെല്ലാം കൂടിയിട്ടുള്ളതാണ്. ചേന, വെണ്ടയ്ക്ക, വാഴക്കൃഷികൾ അങ്ങനെയൊക്കെയാണ്. അതെ അതെ അതെ, അടിപൊളി സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീ മേതൃകോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരണമെങ്കിൽ നമ്മൾ കാണില്ല, ഈ യുവജന കലാസമിതി കൈലിയാട് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേ വരുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഈ വഴിയിലൂടെയാണ് പോകേണ്ടത് ക്ഷേത്രത്തിലേക്ക്. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ, 250 മീറ്റർ ഉള്ളൂ കേട്ടോ. റൈറ്റിക്ക് പോയി കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും. ഇതിലെയാണ് പോണത്. അപ്പം ഞങ്ങൾ വരുമ്പോൾ ശ്രീ മേതൃകോവിൽ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് ഗൂഗിളിൽ ഇട്ടിട്ടാണ് കേസ് വന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ എത്താറാകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇവിടെ ഇപ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇതൊരു വൈറലായിട്ടുള്ള ഒരു ക്ഷേത്രമായി മാറിയ ശേഷം ആണ് തോന്നുന്നു ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതേ പോവാം. അടിപൊളി ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഫുള്ളായി കാണുക. നല്ല മനോഹരമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ വൈറലായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേസ്. ആര് വീഡിയോ ഇട്ടാലും നല്ല വൈറലായിട്ട് പോകുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോണത്. അപ്പം നമ്മൾ പോണ സ്ഥലങ്ങൾ കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ കേസ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ പോയിട്ടുണ്ട്. കൊല്ലങ്കോട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ അതാണ് ആ ഭാഗത്താണ് കേസ്. അപ്പോൾ നമുക്ക് ഇതിലെയാണ് പോകേണ്ടത്. ഈ മണ്ണിട്ട റോഡുണ്ട്. അപ്പോൾ കേസ് നമ്മളങ്ങനെ നമ്മുടെ വൈറലായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ശ്രീ മേതൃകോവിൽ മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കൈലിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമുക്ക് ഈ വഴിയിലൂടെയാണ് പോകേണ്ടത് കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ കേസ് നമുക്ക് ആ വഴി ഇങ്ങനെ വരാതെ കൊണ്ട് കേട്ടോ. കാറുകളൊക്കെ ഇങ്ങനെ അതിലേ വരുന്നുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ പോണത് ഈ പാടങ്ങളുടെ നടുവിലൂടെയുള്ള ഈ മണ്ണിട്ട റോട്ടിൽ കൂടെയാണ് കേട്ടോ. ബൈക്കുകളും കാറുകളൊക്കെ പോകാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ഒരു കാറിനൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് കേട്ടോ. മഴ പെയ്തത് കൊണ്ട് എന്താ പറയുക, കുറച്ച് ഇങ്ങനെ ചളിയാണ് ഇവിടെയൊക്കെ. എന്നാലും നമ്മൾ സൂക്ഷിച്ചിട്ട് പോവാട്ടെ കേസ്. എന്തായാലും ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയിട്ട് കുറേ നാളുകളായി വൈറലായിട്ട് ഈ ഓരോ വീഡിയോകളിലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് കാണുന്നുണ്ടേ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് എന്തായാലും ഇവിടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നാണ്. മഴ ചെറുതായിട്ട് ഇന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല ചളുപിളുന്നാണ് കേട്ടോ സ്ഥലം. വരമ്പിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വൽ ബ്യൂട്ടിയാണ്. അടിപൊളി ഒരു ക്ഷേത്രമാണ്, മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നിറയെ ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണം. എന്തായാലും നമുക്ക് അടുത്ത് പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേസ്. ഓക്കെ കേസ്, നമ്മളങ്ങനെ ക്ഷേത്രത്തിലെത്തിയിട്ടാണ്. അവിടെ കുറേ ആളുകൾ എല്ലാവരും ഇവിടെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്ഷേത്രം അടച്ചു കൂട്ടാം. രാവിലെയും വൈകുന്നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അല്ലേ സൗമ്യ അല്ലേ? അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, വളരെ ഭയങ്കര സന്തോഷമുള്ള കേസ്. നല്ല മനോഹരമായിട്ടുള്ള
ക്ഷേത്രം നമ്മൾ ഇപ്പോൾ വൈറലായതിനു ശേഷമാണ് കേട്ടോ ഞാനൊക്കെ അറിയുന്നത്. അതേപോലെ ഒരുപാട് പേര് ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ വരുമ്പോൾ ബാക്കിൽ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നത്. ഫ്രണ്ട് വശം അപ്പുറത്താണ്. ആ ഭാഗത്തൊരു കുളമുണ്ട്. ഇവിടെ ഒരു ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ. നമ്മൾ ഈ ഭാഗത്തൂടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഈ ഭാഗത്ത് തന്നെ ആയിട്ടുണ്ടോ നല്ലൊരു കുളം അല്ലേ? വലിയൊരു കുളമാണ് കേട്ടോ, ചെറുതൊന്നുമല്ല, നല്ല ഒരു കുളം. ഇതാണ് ഫ്രണ്ട് വശം കേട്ടോ, ഈ ഭാഗമാണ് ഫ്രണ്ട് വശം. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് വരുന്നവർ നമ്മൾ ഒറ്റപ്പാലം വാണിയംകുളം ഉണ്ടല്ലോ, വാണിയംകുളത്തിൽ നിന്ന് ചളവറയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് റൈറ്റ് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴികൾ. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള വാസ്തുവിദ്യയിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം ഇന്നും അതേപോലെ നിലനിർത്തുന്നു. മതിൽക്കെട്ടുകളൊന്നും ഇല്ലാതെ തുറന്നു കിടക്കുന്ന ഈ മനോഹരമായ ക്ഷേത്രം, ഫ്രണ്ടിൽ നല്ല വലിയ രീതിയിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു കുളം, അതൊക്കെയാണ് കേസ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ പ്രകൃതി ഭംഗി തന്നെ ആണ് കേട്ടോ കേസ്. പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നിറയെ തോടുകളും ഒക്കെ ചുറ്റുപാടും ഉണ്ട്. നമ്മൾ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ പാലക്കാടുള്ളവരും വേറെ എല്ലാവിടെ നിന്ന് വരുന്നവരാണെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം കിട്ടും കേസ്. നല്ല മനോഹരമാണ് ഇവിടെ, പീസ്ഫുൾ ആയിട്ടുള്ള ഈ സ്ഥലം. ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വൈറലായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ ഇവിടെ ഫോട്ടോഷൂട്ടിന്, റീൽസിന്, എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ നല്ല ആംബിയൻസ് ആണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെ ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളത് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. പിന്നെ പല സ്ഥലത്തും ഇപ്പോൾ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ള എന്താ പറയുക ബോർഡുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് വരാൻ പറ്റും. ഒരു അടിപൊളി പ്ലേസാണ്. എന്തായാലും പാലക്കാട് വരുന്നവർ, എന്തായാലും കൊല്ലംകോട് കാര്യങ്ങൾ എല്ലായിടത്തും വരുന്നവർ എന്തായാലും ഈ ചളവറയിലുള്ള ശ്രീ മേതൃകോവിൽ മഹാവിഷ്ണു ക്ഷേത്രം എന്തായാലും വിസിറ്റ് ചെയ്യുക. അടിപൊളി ക്ഷേത്രമാണ്. ഓക്കെ, കാഴ്ചകളൊക്കെ അടിപൊളി കാഴ്ചയാണ്. ക്ഷേത്രം തന്നെ പുരാതനമായൊരു ക്ഷേത്രമാണ് കേട്ടോ, മഹാവിഷ്ണു ക്ഷേത്രമാണ്. നല്ല നമ്മുടെ പഴമയെ ഓർമ്മിപ്പിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെന്താ പറയുക, നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഒരു നമ്മൾ നിശബ്ദമായിട്ടുള്ള നല്ല കാറ്റും എന്താ കിളികളും ഈ കുളത്തിൻ്റെ ആ സൗണ്ടും. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലൊക്കെ തൊഴുതി ഇവിടെ നല്ല രീതിയിൽ ഇരുന്ന് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പ്രകൃതി ഭംഗിക്ക് ആസ്വദിച്ചിട്ട് നല്ലൊരു ദർശനമൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അതുപോലുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ എല്ലാവരും ഈ വഴി വരുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാട്ടെ. ക്ഷേത്രത്തിൽ വരിക, തൊഴുക. അടിപൊളി ഒരു ക്ഷേത്രമാണ്, മനോഹരമായ ഒരു ക്ഷേത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ശ്രീ മേതൃകോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ട് തിരിച്ചു പോകാൻ കേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം കേസ്. ഓക്കെ, അപ്പോഴാണ് നമുക്കിനി ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടെ കേസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വേണ്ടി കാണാം. ഓക്കെ, ബൈ.